Okay, amplitude amplitude modulated super heterodyne receiver. Okay, so we already discussed about the different blocks in this super heterodyne receiver. First comes the antenna, then RF stage, then mixture, then IF amplifier, then detector, then audio and power amplifier, finally to the loudspeaker. ഓക്കെ സോ നമ്മളൊന്ന് ഓൾറൗണ്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ദർ ഷുഡ് ബി എ റിസീവിംഗ് ആന്റിന. ഓക്കെ, ഇത് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ സെക്ഷൻ ആണ് പറയുന്നത്. സോ ദർ ഷുഡ് ബി എ റിസീവിംഗ് ആന്റിന. ഓക്കെ, സോ ദിസ് റിസീവിംഗ് ആന്റിന റിസീവ്സ് ദി ഇലക്ട്രോമാഗ്നറ്റിക് waves or the radio frequency waves, okay, which is around the atmosphere. എയറിലുള്ള റേഡിയോ വേവ്സിന് ഈ ആന്റിന എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. ഓക്കെ, സോ ഈ എയറിൽ ഇപ്പം എ എം മോഡുലേഷൻ ആണ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണെങ്കിൽ ദ ഷുഡ് ബി, നമുക്കൊരു റേഞ്ച് അറിയാം, 535 to 1700. ഓക്കെ, ഈ ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. എം റേഡിയോ റേഞ്ചസ് ഫ്രം 535 to 1700 കിലോ ഹേർട്സ്. ഓക്കെ, ഈ റേഞ്ചിലുള്ള സിഗ്നൽസ് എന്ത് ചെയ്യും, ഈ ആന്റിനേന്റെ സറൗണ്ടിങ്സിൽ ഉണ്ടാവും. ഓക്കെ, സോ 535 to 1700 കിലോ ഹേർട്സിലുള്ള ആ റേഞ്ചിലുള്ള ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസ് എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ബട്ട് ഈച്ച് റിസീവിംഗ് സ്റ്റേഷൻ ഈസ് ഡിസൈൻഡ് വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ബാൻഡ്. ഓക്കെ, നമ്മൾ ഓരോ എ എം സ്റ്റേഷനും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിലേക്ക് ആയിരിക്കും അതിൻ്റെ സ്റ്റേഷൻ വരുന്നത്. ഓക്കെ, അപ്പം എല്ലാ ഫ്രീക്വൻസി റേഞ്ചും നമ്മൾ എടുക്കണ്ട. അപ്പം നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ റിസീവർ ഏത് ഫ്രീക്വൻസി റേഞ്ച് അല്ല ഏതൊരു സ്റ്റേഷന് വേണ്ടിയിട്ടാണോ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആ രീതിയിലുള്ള ആ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസിന് മാത്രമേ ഈ ആന്റിന ക്യാപ്ചർ ചെയ്യുള്ളൂ. ഓക്കെ, അതൊരു 535 to 1700 കിലോ ഹേർട്സ് റേഞ്ചിലുള്ള ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസ് ഇവിടെ അവൈലബിൾ ആണ്. ബട്ട് നമ്മുടെ ഏതൊരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും ഈ റിസീവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസിന് മാത്രം അത് ട്യൂൺ ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ദി RF സ്റ്റേജ്. ഓക്കെ, ദെൻ അതിന് നമുക്കങ്ങനെ കിട്ടുന്ന സിഗ്നൽ ഇവിടെ വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിരിക്കും. ബട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് മാത്രം അതിനെ ട്യൂൺ ചെയ്തെടുത്താൽ അതൊരു റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. Okay, that radio frequency signal is given to the RF stage, radio frequency stage. Here നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽട്ടർ ചെയ്തെടുക്കുന്നുണ്ട്, പ്ലസ് അവിടെ ഒരു ആംപ്ലിഫിക്കേഷൻ കൂടി നടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞു, ബിക്കോസ് നമുക്ക് ഇങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യുന്ന സിഗ്നൽ സ്ട്രെങ്ത് ഇസ് വെരി ലെസ്. ഓക്കെ, അത് വളരെ ലെസ് ആയിരിക്കും അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത്. സോ ഫർദർ പ്രോസസ്സിന് വേണ്ടി അത് കേപ്പബിൾ ആയിരിക്കില്ല. സോ ദാറ്റ് വി ആർ ജസ്റ്റ് ആംപ്ലിഫൈങ് ദ സിഗ്നൽ ഹിയർ. സോ RF സ്റ്റേജിൽ ബോത്ത് ഫിൽറ്ററിംഗ് ആൻഡ് ആംപ്ലിഫിക്കേഷൻ ടേക്സ് പ്ലേസ്. Okay, and the RF സ്റ്റേജിലുള്ള ഒരു ഫിൽറ്ററിംഗ് ഈസ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗാങ്ഡ് ട്യൂണിങ്. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മളൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി സിഗ്നലിനെ മാത്രം ട്യൂൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡൺ ബൈ ഗാങ്ഡ് ട്യൂണിങ്. ഗാങ്ഡ് ട്യൂണിങ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വി ആർ ഓൾറെഡി ഡിസ്കസ്ഡ് വാട്ട് ഈസ് ഗാങ്ഡ് ട്യൂണിങ് ഓർ വാട്ട് ഈസ് ഗാങ്ഡ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, ഇവിടെ ട്യൂണിങ് ഈസ് ഡൺ ബൈ യൂസിങ് എ ഗാങ്ഡ് കപ്പാസിറ്റർ. ഗാങ്ഡ് കപ്പാസിറ്റർ എന്തായിരുന്നു, അതൊരു പെർട്ടിക്കുലർ കൺസ്ട്രക്ഷൻ ആയിരുന്നു കപ്പാസിറ്ററിൻ്റെ. അപ്പോൾ അതിൽ വൺ ടൈപ്പ് ഓഫ് വേരിയബിൾ കപ്പാസിറ്റൻസ് ആണ്, വേരിയബിൾ കപ്പാസിറ്റർ ആണ് ഗാങ്ഡ് കപ്പാസിറ്റർ. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂവിൽ വേരിയേഷൻസ് വരും. ഓക്കെ, സോ ആ തരത്തിലുള്ള ഒരു ഗാങ്ഡ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ട്യൂണിങ് ചെയ്യുന്നത്. അപ്പോൾ അവൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഗാങ്ഡ് കപ്പാസിറ്റർ ഈസ് ഇൻ റേഡിയോ സിഗ്നൽസ്, റേഡിയോ ആൻഡ് AM ആൻഡ് FM ട്യൂണിങ് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഗാങ്ഡ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ ബൈ വേരിങ് ദ ഡിസ്റ്റൻസ് ഓർ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ്. ഓക്കെ, അത് വേരി ചെയ്തിട്ട് അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ വേരി ചെയ്തിട്ട് നമുക്ക് ട്യൂണിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഗാങ്ഡ് ട്യൂണിങ് ഉപയോഗിച്ച് നമ്മളൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റീജിയനിലുള്ള സിഗ്നലിനെ മാത്രം ട്യൂൺ ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് RF സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഗാങ്ഡ് ട്യൂണിങ് അതിനെ നമുക്ക് പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാത്രം ട്യൂൺ ചെയ്യാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ദർ ഈസ് അനദർ ബ്ലോക്ക് ദാറ്റ് ഈസ് ലോക്കൽ ഓസിലേറ്റർ. ഓക്കെ, ഇപ്പോൾ ലോക്കൽ ഓസിലേറ്റർ വിൽ പ്രൊവൈഡ് എ സിഗ്നൽ ഓഫ് ഫ്രീക്വൻസി F0. F0 ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നലിനെ ഈ ലോക്കൽ ഓസിലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ F0 എന്നുള്ള ഫ്രീക്വൻസി ഓൾസോ ഡിറ്റർമൈൻഡ് ഓർ ഡിഫൈൻഡ് ബൈ ദി ഗാങ്ഡ് ട്യൂണിങ്. ഓക്കെ, ഈ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസിനെ ഈ ഗാങ്ഡ് ട്യൂണിങ് യൂസ് ചെയ്തിട്ടാണ് ട്യൂൺ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതുപോലെ ഫിൽറ്റർ ചെയ്തു ആംപ്ലിഫൈ ചെയ്ത റേഡിയോ ഫ്രീക്വൻസിന് നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി ലെറ്റ് us ടേക്ക്
as Fs, and output of the local oscillator is a signal with the frequency F0. Okay, so Fs and F0 ഉണ്ട്. So ഈ Fs and F0 നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കിട്ടുന്നത് ബൈ യൂസിങ് ദിസ് ക്യാൻഡ് ട്യൂണിംഗ് ആണ്. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അതാണ് ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്തെടുക്കുന്നത്. സോ ദീസ് ടു ആർ ഗിവൺ ടു ദ മിക്സ് സ്റ്റേജ്. ഓക്കെ, മിക്സ് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? ദീസ് ടു signals with the frequencies Fs and F0 are mixed together. Okay, ഇവിടെ Fs ഉം F0 മിക്സിങ് ചെയ്യുക ചെയ്യുന്നത്. സോ അവിടെ ടു കോമ്പണൻസ് ഉണ്ടാവും. വൺ ഈസ് Fs പ്ലസ് F0 ആൻഡ് അനദർ വൺ ഈസ് F0 മൈനസ് Fs. ഓക്കെ, ടു കോമ്പണൻസ് ഉണ്ടാവും. മിക്സറിൽ ഈ രണ്ട് ഫ്രീക്വൻസി സിഗ്നൽസിനെയും റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസിനെയും ലോക്കൽ ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ടുള്ള F0 ഫ്രീക്വൻസിയുള്ള സിഗ്നൽസിനെയും മിക്സ് ചെയ്യും. Then there will obtain two components, F0 plus Fs and F0 minus Fs. Okay, and in the mixer itself, ഈ term അങ്ങ് avoid ചെയ്ത് കളയും, remove ചെയ്ത് കളയും. Okay, and so the output of the mixer will be F0 minus Fs. That is a signal with the difference of F0 and Fs. Okay, local oscillator provide ചെയ്യുന്ന signal with frequency F0 minus റേഡിയോ ഫ്രീക്വൻസി Fs. അതാണ് മിക്സറിന്റെ ഔട്ട്പുട്ട് ഉണ്ടാകുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഇതിനാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് 455 കിലോ ഹെർട്സ്. ഓക്കെ, അപ്പം നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേഷൻസ് എന്ത് ചെയ്ത് ഈ RF സ്റ്റേജിൽ ട്യൂൺ ചെയ്തെടുക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് സ്റ്റേഷൻസ് നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ റേഡിയോൻ്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ ഒരൊറ്റ സിംഗിൾ റേഡിയോയിൽ തന്നെ നമുക്ക് ട്യൂണിങ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് FM സ്റ്റേഷൻസ് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ? ഓരോ റേഡിയോ തന്നെ ഡിഫറെൻറ്റ് FM സ്റ്റേഷൻസ് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ട്യൂണിങ് അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ സ്റ്റേഷൻ മാത്രം ട്യൂൺ ചെയ്തെടുത്തു. അപ്പോഴും നമുക്ക് എന്താ അതേ ടൈം അതേ ട്യൂണിങ് ഈ ലോക്കൽ ഓസിലേറ്ററിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഏത് സ്റ്റേഷൻ ട്യൂൺ ചെയ്തെടുത്താലും മിക്സറിന്റെ ഔട്ട്പുട്ട് വിൽ ബി ഈസ് ഈക്വൽ ടു F0 മൈനസ് Fs ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് 455 കിലോ ഹെർട്സ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഏത് സ്റ്റേഷൻ ട്യൂൺ ചെയ്തെടുത്താലും ഇതിന്റെ ഔട്ട്പുട്ട് 455 കിലോ ഹെർട്സിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? ഇപ്പം ട്യൂൺ ചെയ്യുന്ന അനുസരിച്ച് ഓരോ സ്റ്റേഷൻ മാറുന്ന അനുസരിച്ച് Fs വേരി ചെയ്യും, അതിനനുസരിച്ച് F0 വേരി ചെയ്യും. Okay, so mix and output will be intermediate frequency of frequency value 455 kilohertz. Okay, so that is given to the AF amplifier. Okay, അപ്പോൾ അവിടെ കിട്ടുന്ന ഫ്രീക്വൻസി സിഗ്നൽ സ്ട്രെങ്ത് ഓൾസോ വെരി ലെസ്. അതും നമുക്ക് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ലൗഡ് സ്പീക്കറിന് ഡ്രൈവ് ചെയ്യാനോ പറ്റില്ല. സോ അവിടെ നമ്മൾ അഗെയിൻ ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ അഗെയിൻ ആംപ്ലിഫൈഡ് ബൈ യൂസിങ് IF amplifier. Okay, then it is finally given to and another important block, that is detector. Okay, so in the detector what happened is that നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? ഒരു മോഡുലേറ്റഡ് സിഗ്നൽ ആണ് അല്ലേ? നമ്മൾ മോഡുലേഷൻ പഠിച്ചു. ഓക്കെ, നമ്മൾ ട്രാൻസ്മിറ്ററിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റിംഗ് ആന്റിനയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, മോഡുലേറ്റഡ് സിഗ്നൽ മീൻസ് അവർ മെസ്സേജ് സിഗ്നൽ പ്ലസ് ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ. ഓക്കെ, സോ അതാണ് ഇത്രയും സ്റ്റേജിൽ വരുന്നത്. ബട്ട് ഇൻ ദ ഡിറ്റക്ടർ എന്ത് ചെയ്യും? ഡിറ്റക്ടർ divides or detector separates the message signal or our original signal from the high frequency carrier signal. Okay, or demodulation takes place here. Okay, up to detector എന്താണ്? മോഡുലേറ്റഡ് സിഗ്നൽ ആണ്. അപ്പം ഈ ഡിറ്റക്ടറിന് എന്ത് ചെയ്യും? ആ സിഗ്നലിനെ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് അവർ ഒറിജിനൽ സിഗ്നലിനെയും അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലിനെയും രണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒറിജിനൽ സിഗ്നലിനെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ദ ഡിറ്റക്ടർ വി റീപ്രൊഡ്യൂസ് അവർ ഒറിജിനൽ സിഗ്നൽ. ഓക്കെ, ഇഫ് ഒരു ഏതെങ്കിലും ഒരു FM സ്റ്റേഷനാണ് നമ്മൾ ട്യൂൺ ചെയ്തെടുത്തതെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒറിജിനൽ സിഗ്നൽ എന്തായിരിക്കും? ഒരു സൗണ്ട് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, അതൊന്നെങ്കിൽ സോങ് ആകാം, അല്ലെങ്കിൽ റേഡിയോ ജോക്കിയുടെ എന്തെങ്കിലും ടോക്ക് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ സൗണ്ട് ആകാം. ഓക്കെ, എനിവൺ. അപ്പോൾ എന്തായാലും ഇതൊരു സൗണ്ട് സിഗ്നൽ ആയിരിക്കും. അപ്പോൾ ഈ സൗണ്ട് സിഗ്നലിന് നമ്മുടെ ആ മോഡുലേറ്റഡ് സിഗ്നൽ അതിന് ഒറിജിനൽ സൗണ്ട് സിഗ്നൽ ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കും. Okay, then it is given to audio and power amplifiers. Okay, അപ്പോൾ ഈ സൗണ്ട് സിഗ്നലും നമുക്കൊരു ലൗഡ് സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യേണ്ട അത്ര സ്ട്രെങ്ത് ഇല്ല. സോ ഇറ്റ് ഈസ് ബിഫോർ ഗിവിംഗ് ടു ദ ലൗഡ് സ്പീക്കർ ഇറ്റ് ഈസ് ഗിവൺ ടു എ ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയറിൽ ഇത് ഫർദർ ആംപ്ലിഫൈ ചെയ്യും. ദെൻ ഫൈനലി ഗിവൺ ടു ലൗഡ് സ്പീക്കർ. Okay, so all this about super heterodyne receiver. And here is another term, that is AGC. That is automatic gain controller.
Okay, so AGC is used here to control the gains of the amplifiers automatically. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് RF സ്റ്റേജിൽ ഒരു ആംപ്ലിഫയർ ഉണ്ട്, IF ആംപ്ലിഫയർ ഉണ്ട്, ദെൻ അഗൈൻ ഒരു ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ആംപ്ലിഫയേഴ്സിൻ്റെ ഗെയിൻ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോളർ എന്ന് പറയുന്നൊരു ബ്ലോക്ക് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ അനുസരിച്ച് അത് ഗെയിന് കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇതാണ് AM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം ചോദിക്കുകയാണെങ്കിൽ യു ഷുഡ് ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം വിത്ത് ഈച്ച് ബ്ലോക്ക് ഷുഡ് ബി മെൻഷൻഡ്. ഒന്നും വിട്ടുപോകാൻ പാടില്ല. എത്രയാണ്? 1 2 3 4 6 ബ്ലോക്സ് ഉണ്ട്. ആൻഡ് AGC മാർക്ക് ചെയ്യണം. ഓക്കെ, ആന്റണി മാർക്ക് ചെയ്യണം. ദെൻ ഓരോ ടേംസും ഓരോ RF സ്റ്റേജ് എടുക്കുക, അതിലെന്താണ്, മിക്സർ എടുക്കുക, അതിലെന്താണ്, IF ആംപ്ലിഫയർ അതെന്താണ്, ഓരോന്ന് പോയിന്റ്സ് ആയിട്ട് എഴുതുക. ഓക്കെ, ഇത് ക്ലിയർ ആണോ? സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ പോയിന്റ്സ് ഒന്ന് നോക്കാം. ബിഫോർ ദാറ്റ് നമ്മൾ ആ ഒരു റേഡിയോ ഫ്രീക്വൻസി വേവ്സിൽ വരുന്ന വേരിയേഷൻസ് നോക്കുക. ഓക്കെ, ഇതും സെയിം ബ്ലോക്ക് ഡയഗ്രാണ്. ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സീ ദ RF കാരിയർ. ഓക്കെ, ഇതാണ് നമ്മൾ ആന്റിനയിൽ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി നോക്കിയേ, ഹയർ ഫ്രീക്വൻസി ആണ് അല്ലേ. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എൻ ആംപ്ലിഫയർ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഹയർ ഫ്രീക്വൻസി ആണ്. അവിടെ കുറേ സിഗ്നൽസ് ഉണ്ട്. ഓക്കെ, കുറേ സ്റ്റേഷൻസിൽ സിഗ്നൽസ് ഉണ്ട്. സോ നമ്മൾ അവിടെ നിന്ന് അതിനെ ഫിൽട്ടർ ചെയ്തു, നമുക്ക് വേണ്ട സ്റ്റേഷനിലെ സിഗ്നൽ മാത്രം ക്യാപ്ചർ ചെയ്തു. എനിക്ക് ഫിൽട്ടർ ചെയ്തെടുത്തു. ആൻഡ് ഓൾസോ ഇൻ RF സ്റ്റേജിൽ എന്താ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ആംപ്ലിഫയർ ഉണ്ട്, RF ആംപ്ലിഫയർ. സോ ഇവിടെ നമുക്ക് റിസീവറിൽ കിട്ടുന്ന സിഗ്നലാണ്, അതിനെ ഫിൽട്ടർ ചെയ്തു ആംപ്ലിഫൈ ചെയ്ത ഇതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി കുറഞ്ഞിട്ട് കാണാം, സിഗ്നൽ ഫ്രീക്വൻസി കുറഞ്ഞിട്ട് കാണാം. ആൻഡ് ഓൾസോ ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽസ് ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ മിക്സർ. ആൻഡ് ഇവിടെയാണ് മിക്സർ വരുന്നത്. അപ്പം മിക്സറിൽ നമ്മൾ ഈ F0 FS കൊടുക്കും. ദെൻ ഇതെന്താ, ലോക്കൽ ഓസിലേറ്റർ എന്ന് വരുന്ന ഒരു ഫ്രീക്വൻസിയാണ് F0. അപ്പോൾ രണ്ടും കൂടി അവിടെ കമ്പൈൻ ചെയ്തു, മിക്സ് ചെയ്തു. F0 മൈനസ് FS എന്ന് പറയുന്ന സിഗ്നലാണ് ഇത്. ഇറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് കാരിയർ ഫ്രീക്വൻസി. അപ്പോൾ നോക്കിയാൽ അവിടെ വീണ്ടും ഫ്രീക്വൻസി കുറഞ്ഞു, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ആൻ IF ആംപ്ലിഫയർ. സോ ഹിയർ അഗെയിൻ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസസ്, സ്ട്രെങ്ത് ഇൻക്രീസസ്. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ ഡിറ്റക്ടർ. ഓക്കെ, അപ്പോൾ ഡിറ്റക്ടർ കൊടുക്കുമ്പോൾ നമ്മുടെ ഓഡിയോ കോമ്പണൻറ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അവിടെ നമ്മുടെ കാരിയർ ഇല്ല. ഹൈ ഫ്രീക്വൻസി കാരിയറിനെ അവിടെ ഡിമോഡുലേറ്റ് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തെടുത്തു. സോ ഹിയർ ഓൺലി അവർ ഒറിജിനൽ സിഗ്നൽ ഓർ അവർ സൗണ്ട് സിഗ്നൽ അത് മാത്രം കിട്ടി. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ. സോ ദ സ്ട്രെങ്ത് ഓഫ് ദി ഓഡിയോ സിഗ്നൽ അഗെയിൻ ഇൻക്രീസസ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ദ ലൗഡ് സ്പീക്കർ. ഓക്കെ, അപ്പോൾ ആ വേവ് ഫോംസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ വേരിയേഷൻസ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ നമുക്കിനി ആ ഒരു പോയിന്റ്സ് നോക്കാം. In the super heterodyne receiver, the incoming signal through the antenna is filtered to reject the image frequency and then amplified by the RF amplifier. നമ്മൾ പറഞ്ഞു അല്ലേ, അവിടെ ഫിൽറ്ററിംഗ് നടക്കും ആൻഡ് ഓൾസോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷൻ നടക്കും. Then RF amplifier can be tuned to select and amplify a particular carrier frequency within the amplitude modulation broadcast range. Okay, നമുക്ക് വേണ്ട ബ്രോഡ്കാസ്റ്റ് റേഞ്ചിലുള്ള സ്റ്റേഷൻ സിഗ്നലിനെ മാത്രം എന്ത് ചെയ്യും, അവിടെ അത് ട്യൂൺ ചെയ്തെടുക്കും. ഓക്കെ, ഓൺലി ദ സെലക്ടഡ് ഫ്രീക്വൻസി ആൻഡ് ഇറ്റ്സ് 2 സൈഡ് ബാൻഡ്സ് ആർ അലൗഡ് ടു പാസ് ടു ദി ആംപ്ലിഫയർ. ഓക്കെ, and the carrier of the received signal is called a radio frequency carrier, and its frequency is represented by FRF, and the local oscillator signal operates at FOS. അതിന് FO എന്നും ഇതിന് FS എന്നും റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്കെ, സോ the amplified RF frequency is then mixed with the local oscillator frequency. അതെവിടെയാണ്, ഇൻ ദ മിക്സർ ആണ് അത് ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ കമ്പൈനിങ് ഓഫ് ദീസ് ടു സിഗ്നൽസ് ഇസ് ഡൺ അറ്റ് ദ മിക്സർ. Okay, and which produces some and different frequency signals of the incoming carrier signal and local oscillator signal, which are FO plus FS, അല്ലെങ്കിൽ F oscillator plus FRF and F oscillator minus FRF. Okay, so the sum frequency FOS plus FRF is rejected by the filter, and the remaining difference frequency, that FOS minus FRF signal, which is a down converted frequency signal, is called a intermediate frequency carrier.
ഓക്കെ, അതിനെയാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി കാരിയർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് FO മൈനസ് FS ഓർ FOSC മൈനസ് FRF. Okay, so the frequency of local oscillator is not same as the frequency to which RF amplifier is tuned. Local oscillator is tuned to a frequency that may be either higher or lower than the incoming frequency by an amount equal to IF frequency. Okay, അത് നോക്കണമെന്നില്ല. നമുക്ക് mixed output will be an intermediate frequency of value 455 kilohertz. Okay, so the modulation of the IF signal is same as that of the original carrier signal, and it has a fixed frequency of 455 kilohertz, which is further amplified by one or more stages of amplification. Okay, so the IF signal is amplified with the help of IF amplifier, which raises the level for the information extraction process. Okay, അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ IF ആംപ്ലിഫയറിൽ കൊടുത്തു, ഫർദർ ആംപ്ലിഫൈ ചെയ്തു. Then IF amplifier operations are independent to the frequency at which receiver tuned. ആ കാര്യങ്ങളൊന്നും വേണ്ട. Then thus amplified IF signal is applied to the detector to detect the information signal component from the 455 kilohertz intermediate frequency. Okay, to reproduce the original information data, which is generally in the form of audio signal. Okay, IF amplifier output will be given to a detector. Okay, അതെന്തായിരിക്കും ഔട്ട്പുട്ട്? ഒരു 455 കിലോഹെർട്സിലുള്ള ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആയിരിക്കും. So that is given to a detector, and in the detector it reproduces the original information data. Okay, here it is of an audio signal. Okay, ഇതാണ് സൂപ്പർ ഹെറ്ററോടൈൻ റിസീവറിൽ നടക്കുന്നത്. Okay, and here then RF component is filtered out and audio is applied to the audio stages for further amplification, and generated audio signal is then applied to AF amplifier to increase the audio frequency level of the signal and to provide enough gain to drive the speaker of the headphones. A speaker is connected to the AF amplifier to play an audio information signal. Then an important part of super heterodyne receiver is automatic gain control, that is AGC. നമ്മൾ പറഞ്ഞതാണല്ലേ, which is given to RF, IF and mixer stages in order to generate a constant output respective of the varying input. Okay, അവിടെ എപ്പോഴും IF, RF ആൻഡ് മിക്സർ സ്റ്റേജസിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ വേരിയിങ് ഇൻപുട്ട്. ഇൻപുട്ടിൽ എന്ത് വേരിയേഷൻസ് വന്നാലും ഔട്ട്പുട്ട് ഫിക്സിലാക്കി വെക്കണം. സോ അതിൻ്റെയൊക്കെ ഗെയിൻ ഇത് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി വെക്കും. അപ്പം അതിനാണ് ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. Okay, so all this about our AM super heterodyne receiver. ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ബ്ലോക്ക് ഡയഗ്രം നോക്കുക. ഇതിൽ ഇതുപോലെ പോയിന്റ്സ്, ഇപ്പോൾ ഞാൻ പോയിന്റ്സിന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ പോയിന്റ്സിനും അതിൻ്റെ ഹെഡിങ് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടിന്യൂസ് പോയിന്റ്സ് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതാതെ RF ആംപ്ലിഫയർ എന്ന് കൊടുക്കുക, അതിൻ്റെ പോയിന്റ് എഴുതുക. ദെൻ മിക്സർ കൊടുക്കുക, അതിൻ്റെ പോയിന്റ്സ് എഴുതുക. ദെൻ IF ആംപ്ലിഫയർ, അതിൻ്റെ പോയിന്റ്സ് എഴുതുക. ദെൻ ഡിറ്റക്ടർ, ദെൻ ഫൈനലി ടു ദി ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയർ, ദെൻ ലൗഡ് സ്പീക്കർ. ഓക്കെ, അങ്ങനെ ഓരോ സബ് ഹെഡിങ്സ് എഴുതിയിട്ട് അതിൻ്റെ പോയിന്റ്സ് എഴുതാം. ഓക്കെ, സോ അത് കംപ്ലീറ്റ് ചെയ്തു. സോ now we have to discuss about working principle of antenna. Okay, working principle of antenna. അപ്പോൾ ആൻറ്റിന എന്തായിരുന്നു? ആൻറ്റിന ഒന്ന് നമ്മൾ ട്രാൻസ്മിഷൻ സെക്ഷനിൽ ഒരു ആൻറ്റിന ഉണ്ടാവും for transmitting the radio signals. That is called a transmission antenna or transmitting antenna. And receiving stationil ഒരു ആൻറ്റിന ഉണ്ടാവും for receiving the radio signals. That is called a receiving antenna. Okay, അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് ആൻറ്റിന ഉണ്ട് അല്ലേ? നമുക്ക് വർക്കിംഗ് നോക്കാം. The working principle of an antenna is that it converts electrical currents carried along by a metallic conductors into electromagnetic radiation in free space or vice versa. That is a principle of antenna. Okay, principle എന്താണ്? It converts electrical currents into electromagnetic radiations in free space or vice versa. Okay, so depending upon the working principle of antenna, there are two types of antenna. One is transmitting antenna and another one is receiving antenna. Okay, in transmitting antenna, what will happen is that they converting the electrical current into electromagnetic radiations. Okay, and they transmit in the free space. Okay, while considering a receiving antenna, it captures the electromagnetic radiations and converting into corresponding electrical currents. Okay, that's the difference. Transmitting antenna എന്ത് ചെയ്യും?
ട്രാൻസ്മിറ്റിംഗ് ആന്റിനയിൽ കിട്ടുന്ന ഇലക്ട്രിക്കൽ കറൻസിനെ അതിന്റെ കറസ്പോണ്ടിങ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യും, എന്നിട്ട് ഫ്രീ സ്പേസിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. Okay, but the receiving antenna എന്താ ചെയ്യുന്നത്, they capture the electromagnetic radiations and convert it into an electrical current. Okay, രണ്ടും നടക്കുന്നുണ്ട്. അപ്പം based upon the working principle of antennas, there are two types, that is transmitting antenna and receiving antenna. Okay, so here we can see this is a transmitting antenna and this is a receiving antenna. ഓക്കെ, ഇപ്പം ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ എന്താണ്, ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാകും ആൻഡ് ദർ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്, ഒരു ഇലക്ട്രിക്കൽ കറന്റ് ആണ്. ഓക്കെ, സോ കണ്ടക്ടേഴ്സിൽ കൂടെ ഒരു ഇലക്ട്രിക്കൽ കറന്റ് വരും, അത് ഈ ആൻറ്റിനയിൽ വെച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആയി കൺവേർട്ട് ചെയ്യും. ഇവിടെ എന്താണ്, ഇലക്ട്രിക്കൽ കറന്റ് ആണ്, ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും, ഇതുപോലെ ഫ്രീ സ്പേസിലേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. Okay, then this electromagnetic radiations are passes through the free space. Okay, എയറിൽ കൂടെ പാസ് ചെയ്യും. അത് എന്നിട്ട് മറ്റ് എൻഡിലെത്തി, നെക്സ്റ്റ് എൻഡിലെത്തി അവിടെ റിസീവിങ് ആന്റിനി ഉണ്ടാവും. സോ ഇവിടെയുള്ള റിസീവിങ് ആന്റിനി എന്താ ചെയ്യുന്നത്, ഇതുപോലെ അറ്റ്മോസ്ഫിയറിലേക്ക് കിട്ടുന്ന ഫ്രീ സ്പേസിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ അത് ക്യാപ്ചർ ചെയ്യും. സോ ഹിയർ it is electromagnetic radiations and in the receiver it is converted into electrical currents. Okay, so in the case of transmitter, electromagnetic current into electrical current into electromagnetic radiations, but in the case of receiver, electromagnetic radiations into corresponding electrical currents. അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ antenna is a device that converts electrical currents carried along by a metallic conductors into electromagnetic radiations in free space or vice versa. Okay, അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം, based upon the working principle there are two types, transmitting antenna and receiving antenna. എന്നിട്ട് പറയാം, ട്രാൻസ്മിറ്റിംഗ് ആന്റിനയിൽ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ കറന്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് റിസീവിംഗ് ആന്റിന the electromagnetic radiations are converted into electrical currents. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക്കൽ കറൻസ് എന്ന് പറയുന്നത് എന്താണ്, റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസ് ആയിരിക്കും, റേഡിയേഷൻസ് ആക്കി ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെ റിസീവറിൽ അതുപോലെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ ആക്സെപ്റ്റ് ചെയ്ത് റിസീവ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് റേഡിയോ ഫ്രീക്വൻസി വേവിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഫർദർ പ്രോസസ്സൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ലേറ്റസ്റ്റ് ടേക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, FM സ്റ്റേഷൻ എടുക്കാം. ഇപ്പം ഏതെങ്കിലും ഒരു FM സ്റ്റേഷൻ, റേഡിയോ മാംഗോ അങ്ങനെ എന്തെങ്കിലും ഒരു FM സ്റ്റേഷൻ എടുക്കുകയാണ്. അവിടെ നിന്ന് എന്താ, ഈ ട്രാൻസ്മിറ്ററിൻ്റെ സെക്ഷനിൽ അവർ ഇപ്പോൾ ഒരു റേഡിയോ ജോക്കി എന്തെങ്കിലും പറയാണ്, അപ്പോൾ അവർ പറയുന്ന ടോക്ക് ഉണ്ടാവും ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ എന്തെങ്കിലും സോങ് പ്ലേ ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ സോഴ്സ് ഇൻഫർമേഷൻ ആയിട്ട് വരുന്നത്, ഒറിജിനൽ ഇൻഫർമേഷൻ ആയിട്ട് വരുന്നത്. അതൊരു സൗണ്ട് വേവ് ആയിരിക്കും, ഓഡിയോ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഓഡിയോ ഇൻഫർമേഷൻ എന്ത് ചെയ്യും, അവിടെ നിന്ന് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ കറണ്ട് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അത് ഈ ട്രാൻസ്മിറ്ററിലേക്ക് എത്തും. അപ്പോൾ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, ആ റേഡിയോ ഫ്രീക്വൻസി വേവ്സിനെ അതിൻ്റെ അതേ രീതിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇതുപോലെ ഫ്രീ സ്പേസിലേക്ക് അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ഈ ഫ്രീ സ്പേസിൽ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ നമുക്കറിയാം നമ്മുടെ ചുറ്റും അറൗണ്ടിൽ എത്രയോ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നമ്മൾ ഈ ചുറ്റുപാടിൽ എവിടെ ഒരു റിസീവർ കൊണ്ടുവച്ചു, ഒരു റിസീവിങ് ആന്റിന വെച്ചു, ട്യൂൺ ചെയ്തെടുത്താൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേഷൻ കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൽ കൂടെ ഇങ്ങനെ എയറിൽ കൂടെ ഫ്ലോ ചെയ്യും, എന്നിട്ട് എവിടെയെങ്കിലും ഇതുപോലെ ഒരു റിസീവർ ഉണ്ട്, ആ റിസീവറിലേക്ക് എന്ത് ചെയ്യും, ഈ റേഡിയോ സിഗ്നൽസ് റിസീവ് ചെയ്യും. അപ്പം ഈ റിസീവറിന്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താ, അവിടെ ഫസ്റ്റ് ഒരു റിസീവിങ് ആന്റിന ഉണ്ട്. അപ്പോൾ ഈ ആന്റിനയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ആന്റിന എന്ത് ചെയ്യും, ആ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ റിസീവ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ കറൻസ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താ, ഇവിടെ നിന്ന് നേരെ RF സ്റ്റേജിലേക്ക് കൊടുക്കും. RF സ്റ്റേജിൽ അതിനെ ട്യൂൺ ചെയ്യും, പെർട്ടിക്കുലർ സ്റ്റേഷന് മാത്രം ട്യൂൺ ചെയ്യും. പിന്നെ അവിടെ ഒരു ആംപ്ലിഫയറും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ആംപ്ലിഫിക്കേഷൻ അവിടെ കഴിയും. ദെൻ അതെന്ത് ചെയ്യും, ഒരു ലോക്കൽ ഓസിലേറ്ററിലെ സിഗ്നലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മിക്സർ കൊടുക്കും. മിക്സറിൽ FS+, F0 ആൻഡ് F0- FS
ആ കോമ്പണൻസ് ഉണ്ടാകും. അതിൽ നിന്ന് എഫ് എസ് പ്ലസ് എഫ് സീറോ കോമ്പണൻറ്റിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കളയും. എന്നിട്ട് മിക്സറിന്റെ ഔട്ട്പുട്ട് വിൽ ബി ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എഫ് സീറോ മൈനസ് എഫ് എസ് ആയിരിക്കും. അത് തന്നെ ഒരു ആംപ്ലിഫയറിലേക്ക് വീണ്ടും കൊടുക്കും, ഐ എഫ് ആംപ്ലിഫയർ കൊടുക്കും. ദെൻ അതെന്ത് ചെയ്യും, ഒരു ഡിറ്റക്ടറിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് നമ്മുടെ ഡീമോഡുലേഷൻ നടക്കും. നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽസിലുള്ള ഹൈ ഫ്രീക്വൻസി ക്യാരിയർ സിഗ്നൽസിനെ റിമൂവ് ചെയ്ത് നമ്മുടെ സൗണ്ട് സിഗ്നൽ മാത്രം ഇവിടുന്ന് സെൻഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് സെൻഡ് ചെയ്ത് സൗണ്ട് സിഗ്നലിനെ മാത്രം എന്ത് ചെയ്യും, ഇവിടെ ക്യാപ്ചർ ചെയ്യും. ഈ ട്രാൻസ്മിറ്ററിന് സൗണ്ട് സിഗ്നൽ സെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക, സൗണ്ട് സിഗ്നൽ പ്ലസ് ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ്സ് ആയിരിക്കും. ഇവിടെ മോഡുലേഷൻ ചെയ്തിട്ട് മോഡുലേറ്റഡ് വേവ് ആണ് ഇതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സിഗ്നൽ നമ്മൾ ഡിറ്റക്ടറിന് എന്ത് ചെയ്യും, ഡീമോഡുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഒറിജിനൽ ഓഡിയോ സിഗ്നൽ, ഓഡിയോ ഇൻഫർമേഷൻ റീപ്രൊഡ്യൂസ് ചെയ്യും. അതെന്ത് ചെയ്യും, എ എഫ് ആൻഡ് ഓഡിയോ ആൻഡ് പവർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. അവിടുന്ന് ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കും. അപ്പോൾ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ ഹെഡ്ഫോൺ ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പീക്കേഴ്സ് തന്നെ ആകാം. ഓക്കെ, അപ്പം ഹെഡ്ഫോൺ ആണെങ്കിൽ നമുക്കത് ഹെഡ്ഫോണിൽ എന്ത് ചെയ്യും, ആ ഓഡിയോ സിഗ്നൽസ് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതാണ് ആന്റിനാസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് ഈ ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ടാക്കുന്നത്? ഓക്കെ, അത് അക്കോർഡിംഗ് ടു മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ഫണ്ടമെന്റലി ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻ electromagnetic waves are generated by accelerating electric currents. Okay, electric currents ne accelerate ചെയ്യിച്ച electromagnetic waves generate ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ആ ഒരു പ്രോസസ്സിലാണ് നമുക്ക് ആ ഒരു കൺവേർഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ജനറേറ്റഡ് ബൈ ആക്സിലറേറ്റിംഗ് ഇലക്ട്രിക് കറന്റ്സ് ആൻഡ് ദ conductors carry those currents. Okay, so the EM waves that are generated then propagated to the space. We use them to communicate information, cell phone, Wi-Fi, radio, etc. Okay, അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇതുപോലെ സ്പേസിൽ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്, എയറിൽ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്കതിന് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻസ് നമുക്ക് റിസീവ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ദ വേ ദാറ്റ് an antenna radiates is determined by the geometry and the materials. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കണ്ട, ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, there are two conductors. This is one conductor and this is another conductor. ഓക്കെ, two conductors ഉണ്ട്. അപ്പം ഞാൻ ഒരു സിമ്പിൾ സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഒരു AC സപ്ലൈ കൊടുക്കുകയാണ്. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ആ സർക്യൂട്ട് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു AC സപ്ലൈ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈ ടേമിനൽ പോസിറ്റീവ് ആയിരിക്കും, ഈ ടേമിനൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലേ? സോ അതന്നെയാണ് ഇവിടെ. അപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്നത് AC സിഗ്നൽ ആണ്. അപ്പോൾ AC സിഗ്നൽ കൊടുക്കുമ്പോൾ അതിന്റെ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് AC സിഗ്നൽ ദിസ് സൈഡ് ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് ദിസ് സൈഡ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ഇനി അതിന് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴോ നേരെ ഉൾട്ടിയാവും. ദിസ് സൈഡ് ഈസ് നെഗറ്റീവ് ആൻഡ് ദിസ് സൈഡ് ഈസ് പോസിറ്റീവ്, അല്ലേ? അതിന് നെഗറ്റീവ് ഹാഫ് വരുമ്പോഴും നേരെ മാറും. അപ്പോൾ ഇവിടെ എന്താ, ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദിസ് സൈഡ് ബിക്കം നെഗറ്റീവ് ആൻഡ് ദിസ് സൈഡ് ബിക്കം പോസിറ്റീവ്. ഇതിങ്ങനെ പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് കറണ്ട് ഫ്ലോയും മാറും. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് എപ്പോഴും കറണ്ട് ഫ്ലോ, അല്ലേ? ഫസ്റ്റ് ടൈം ഇങ്ങനെയായിരുന്നു കറണ്ട് ഫ്ലോ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങനെയായിരുന്നു കറണ്ട് ഫ്ലോ വരുന്നത്. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാവും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് അവിടെ ഒരു നിങ്ങൾക്ക് ഒരു ആനിമേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു ആനിമേഷൻ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടോ സ്ക്രീനിൽ? ഓക്കെ, ആ ആനിമേഷൻ ശ്രദ്ധിച്ചേ. നമ്മൾ കണ്ടക്ടറിലേക്ക് AC സപ്ലൈയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് വരുന്ന സമയത്ത് കണ്ടക്ടറിന്റെ രണ്ട് ടെർമിനൽസും പോസിറ്റീവ് നെഗറ്റീവും ഓൾട്ടർനേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് കറണ്ട് ഡയറക്ഷൻ മാറുന്ന കാണാം. എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ആണ് കറണ്ട് ഡയറക്ഷൻ വരിക. ഓക്കെ, അത് ഓൾട്ടർനേറ്റ് ആയിട്ട് കറണ്ട് ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ, ഒരു ആക്സിലറേറ്റിംഗ് കറണ്ട് വരുന്നുണ്ട്. ആക്സിലറേറ്റിംഗ് കറണ്ട് വരുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ക്രിയേറ്റ് ചെയ്യും. ഈ ഗ്രീൻ കളറിൽ എന്ന് വെച്ച് കാണിച്ചിരിക്കുന്ന എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ഓക്കെ, അപ്പം അവിടെ ഉണ്ടാകുന്ന AC സപ്ലൈയുടെ പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റിക്ക് അനുസരിച്ച് അവിടെ ഒരു കറണ്ട് ഫ്ലോയിൽ ഡയറക്ഷനിൽ ചേഞ്ച് വരും. അവിടെ ഒരു ആക്സിലറേറ്റിംഗ് കറണ്ട് ഉണ്ടാവും. ഓക്കെ, ഡ്യൂ ടു ദാറ്റ് ആക്സിലറേറ്റിംഗ് കറണ്ട് അവിടെ ഉണ്ടാകുന്ന കറണ്ടിന് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യും.
അതാണ് ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്, ഇ എന്ന ഫീൽഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എന്തെന്ന്, according to Maxwell's equation, electromagnetic waves are generated by accelerating the electric currents. ഓക്കെ, അപ്പം ഇങ്ങനെ ആക്സിലേറ്റ് ചെയ്ത് കിട്ടുന്ന ഇലക്ട്രിക് കറണ്ട് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും, നമ്മൾ നെക്സ്റ്റ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യും സ്പേസിലേക്ക് അല്ലെങ്കിൽ എയറിലേക്ക്. എന്ത് ചെയ്യും, അത് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് വർക്കിംഗ് ഓഫ് ആന്റിന. അപ്പം നിങ്ങൾ വർക്കിംഗ് ഓഫ് ആന്റിന ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പോയിന്റ് പറയാം. ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് ഇൻ ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് വൈസ് വേഴ്സ. അത് പറയാം. എൻ്റെ രണ്ട് കേസും പറയാം, ട്രാൻസ്മിറ്റിംഗ് ആന്റിനയും റിസീവിംഗ് ആന്റിനയുടെ കേസും പറയാം. ഓക്കെ, ദെൻ ഈ പോയിന്റ്സ് പറയാം. ദെൻ ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. ഇപ്പോഴുള്ള ഈ ഒരു ഫിഗർ വരച്ചാൽ മതി, ഈ ഒരു ഫിഗർ വരച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് ഇവിടെ നെഗറ്റീവ് ആവുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ആകും, ഇവിടെ പോസിറ്റീവ് ആകും, ഇവിടെ നെഗറ്റീവ് ആകും, അവിടെ പോസിറ്റീവ് ആകും. നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ. അപ്പം കാര്യം ഡയറക്ഷൻ മാറും, ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ നേരെ ഇങ്ങോട്ടേക്ക് മാറും. അത് ആ ആനിമേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, സോ ഇത് ക്ലിയർ അല്ലേ? വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആന്റിന? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ജസ്റ്റ് ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമേ വേണ്ടുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Is it clear? ഓക്കെ, ഇതിൻ്റെ കുറച്ച് നോട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം നോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത PDF ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്ക്, എന്നിട്ട് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, സോ ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മുടെ 6th മൊഡ്യൂളിൽ ലാസ്റ്റ് സെക്ഷൻ വരുന്നത് സെല്ലുലാർ നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, സെല്ലുലാർ നെറ്റ്വർക്ക്സ്. അത് നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. സെല്ലുലാർ നെറ്റ്വർക്ക്സ് നമ്മളൊക്കെ സെൽഫോൺ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ഓക്കെ, സെല്ലുലാർ നെറ്റ്വർക്ക്സ്. ഇതിൽ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് സെല്ലുലാർ നെറ്റ്വർക്ക്സ്, സെല്ലുലാർ ജോമെട്രി, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി റീയൂസ്, ഹാൻഡ് ഓഫ്, സെൽ സ്പ്ലിറ്റിംഗ്, അങ്ങനെ 2-3 ടേംസ് പഠിക്കാനുണ്ട്. ആൻഡ് ഫൈനലി ഇതിലൊരു ആർക്കിടെക്ചർ പഠിക്കാനുണ്ട്, ആർക്കിടെക്ചർ ഓഫ് GSM. ഓക്കെ, ഇതിൽ ആർക്കിടെക്ചർ ഓഫ് GSM എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ സെല്ലിൻ്റെ കേസിൽ ഡിഫൈൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ മാർക്കിന് വാട്ട് ഈസ് സെൽ സ്പ്ലിറ്റിംഗ്, വാട്ട് ഈസ് ഹാൻഡ് ഓഫ് എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് സെല്ലുലാർ സ്ട്രക്ചർ. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സെല്ലുലാർ ഫോൺ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സെൽ. Okay, a cell is the basic geographic unit of a cellular system. Okay, cell എന്ന് പറയുന്നത് എന്താണ്? It is a basic geographic unit of a cellular system. ഒരു സെല്ലുലാർ സിസ്റ്റത്തിന്റെ ബേസിക് ജോഗ്രഫിക് യൂണിറ്റ്, അതിനെയാണ് വൺ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു സെല്ലിൽ എന്താ, ഒരു ടവർ ഉണ്ടാവും. ഓക്കെ, ഒരു ടവർ ഉണ്ടാവും. ഈ ഒരു ടവറിന്റെ ആ ഒരു റേഞ്ച്, ഓക്കെ, അതിൻ്റെ ആ ഒരു റേഞ്ച് അലൗഡ് ആയിട്ടുള്ള റീജിയനെയാണ് ഒരു സെൽ എന്ന് പറയുന്നത്. അപ്പം അതെപ്പോഴും ജോഗ്രഫിക്കൽ ഷേപ്പ് ഇങ്ങനെ ഹെക്സഗണൽ ആയിട്ടാണ് ഉണ്ടാകുക. ഓക്കെ, ഇപ്പം നമുക്ക് തന്നെ ഇപ്പം അറിയാലോ, നമുക്ക് മുന്നത്തെ കാലത്തൊക്കെ കുറച്ച് മുന്നേ ആണെങ്കിൽ നമുക്ക് റേഞ്ച് ഒക്കെ കുറവായിരുന്നു. നമുക്ക് കോൾ ചെയ്യണം, നെറ്റ് യൂസ്, ഡാറ്റ യൂസ് ചെയ്യണമെന്നൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ഒരേപോലെ റേഞ്ച് കിട്ടില്ല. കുറച്ച് മുന്നേ ആണെങ്കിൽ വളരെ കഷ്ടമായിരുന്നു. നമ്മൾ പല എന്താ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് റേഞ്ച് പിടിച്ച കാലമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ. ഇപ്പോൾ അതല്ല, ബെറ്ററായി വരികയാണ്. ഓരോ ലൊക്കാലിറ്റിയിലും ടവർ, ഓരോ സ്ഥലത്തും എന്താണ് ടവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടവർ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ
ഒരു റേഞ്ച് ഉണ്ടാവും, ഒരു ലോക്കൽ ജോഗ്രഫിക് റീജിയൻ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എന്താ നമുക്ക് നല്ല റേഞ്ച് കിട്ടും, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഡാറ്റ യൂസേജ് ഒക്കെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു സെൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ് ഇസ് എ ബേസിക് ജോഗ്രഫിക് യൂണിറ്റ് ഓഫ് എ സെല്ലുലാർ സിസ്റ്റം. അപ്പം ഒരു ടവർ ആൻഡ് അതിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റ് ആൻഡ് അതിൻ്റെ ആ ഒരു കവറേജ് ഏരിയ, അതാണ് ഒരു സെല്ലുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. സെല്ലുലാർ സിസ്റ്റം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ സെൽസ് ചേർന്നതാണ്. ബട്ട് ഒറ്റൊരു സെല്ലിൽ എന്താ ഉണ്ടാവുക, സെല്ലിന്റെ എപ്പോഴും നമ്മൾ എപ്പോഴും ഒരു ഹെക്സഗണൽ ഷേപ്പിലാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹെക്സഗണൽ ഷേപ്പിലാണ് നമ്മൾ സെല്ലിനെ കൺസിഡർ ചെയ്യുക. അതിന്റെ ആ ഒരു ബേസിക് ജോഗ്രഫിക് യൂണിറ്റിനാണ് സെൽ എന്ന് പറയുന്നത്. വൺ സെൽ ഓൾവേസ് കമ്പോസ്ഡ് ഓഫ്, ഹലോ, നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആവുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഒരു സെൽ കമ്പോസ്ഡ് ഓഫ് എന്താണ്, ഒരു ടവർ ഉണ്ടാവും, ടവറിന്റെ ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ടാവും, അവരുടെ കവറേജ് ഏരിയ ഉണ്ടാവും, അതിനാണ് വൺ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സെൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫർദർ ഡീറ്റെയിൽസ്, എന്താണ് സെൽ, എന്താണ് സെൽ സ്ട്രക്ചർ, എന്താണ് ഹാൻഡ് ഓഫ്, എന്താണ് ഇപ്പൊ ഈ റോമിംഗ് ഒക്കെ പറയുന്നില്ലേ, നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിൽ പോകുമ്പോൾ റോമിംഗ്, അങ്ങനത്തെ കേസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫർദർ കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, ടൈം ആയിട്ടുണ്ട്. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 1 പ്രസന്റ്. കണ്ടിന്യൂ ചെയ്തോളൂ. 2 2 3 4